മിഷൻ 110 ലക്ഷ്യമിട്ട് മണ്ഡലങ്ങളുടെ ഏകോപന ചുമതല മന്ത്രിമാർക്ക് വീതിച്ചു നൽകിയിട്ടുണ്ട്. വിജയം ഉറപ്പാക്കാൻ പ്രത്യേക തന്ത്രങ്ങൾ നടപ്പാക്കും. ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കാൻ 50 ദിവസത്തെ കർമ്മ പദ്ധതിയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്ലാൻ അനുസരിച്ച് നീങ്ങാൻ തന്നെയാണ് തീരുമാനം. ടി വി പ്രസാദ് ചേരുന്നു. ടി വി പ്രസാദ്, ക്യാപ്റ്റൻ തന്നെ നേരിട്ട് നയിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ തന്ത്രങ്ങൾ മെനയുന്നു. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. LDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 91-ൽ നിന്ന് 99ആയി, അവിടെ നിന്ന് 110ലേക്ക് എത്തിക്കുക. അത് ഒരു കോമണികയറ്റം പോലെ ആയിരിക്കുമെന്നാണ് LDF ക്യാമ്പുകൾ പറയുന്നത്. പക്ഷേ എത്രത്തോളം എളുപ്പമാണത്? മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും? എങ്ങനെയാണ് LDF തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? വിനീത, വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി ഉണ്ടായെങ്കിലും അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ വേറെയാണെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാളും വലിയ വിജയം ഇത്തവണയും ആവർത്തിക്കും എന്നാണ് LDF പറയുന്നത്. കാരണം ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം 400 രൂപ ഒറ്റയടിക്ക് പെൻഷൻ വർദ്ധിപ്പിച്ചതുൾപ്പെടെ പെൻഷൻ്റെ കുടിശ്ശിക കൊടുത്തു തീർത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കാനാണ് നീക്കം. ഓരോ മന്ത്രിമാരും അവരവരുടെ വകുപ്പുകൾ ചെയ്ത കാര്യങ്ങൾക്കപ്പുറം വലിയ രീതിയിൽ ജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. എല്ലാ സംവിധാനവും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനിയിപ്പോൾ 2 മാസം പോലും ബാക്കിയില്ല എന്നുള്ളതാണ്. ഏപ്രിൽ ആദ്യവാരം തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ കണക്കുകൂട്ടിക്കൊണ്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. പ്രചാരണ ജാഥ വരാനുണ്ട്. അതിനിടയിൽ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നത് തന്നെ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ മുൻനിർത്തിക്കൊണ്ടാണ്. അങ്ങനെ വലിയ പദ്ധതി CPIMും സർക്കാരും ആവർത്തിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയൊന്നും ഒരു രീതിയിലും ആവില്ല എന്നാണ് CPIMും LDFും കരുതുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ടെന്നും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളതുമാണ് ഇന്നലത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത്. അതിനനുസരിച്ച് ഓരോ മന്ത്രിമാരും ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതിന്റെ പ്ലാൻ കൃത്യമായി ഇന്നലത്തെ യോഗത്തിൽ തയ്യാറാക്കി. അതനുസരിച്ചാണ് LDF ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും. വിനീത, അതാണ് ആ പ്ലാന്റെ വ്യക്തത അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മനസ്സിലാകുമെന്നാണ് കരുതുന്നത്. 110 സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ LDF കളത്തിലിറങ്ങുമ്പോൾ ആരൊക്കെയായിരുന്നു മത്സരരംഗത്ത് എത്തുക? അപ്പോൾ അപ്ഡേറ്റുകൾ അറിയാം റിപ്പോർട്ടിലൂടെ. റിപ്പോർട്ട് ദ കംപ്ലീറ്റ് ഇലക്ഷൻസ് ചാനൽ.